ഓക്കെ, അപ്പോൾ നമുക്ക് നാലാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു തിയറി ചാപ്റ്ററാണ്. കാര്യമായിട്ട് തിയറി പോർഷൻസ് മാത്രമേ ഇതൊന്ന് പഠിക്കാനുള്ളൂ. എസ് എ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് ചില തിയറി പോർഷൻസിന് എസ് എ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൂടുതലായിട്ടും 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ കൂടുതലായിട്ടും വരും. അതേപോലെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ തിയറിയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വായിച്ചും മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എന്താണ് ചാപ്റ്ററിൻ്റെ പേര് ശ്രദ്ധിക്കാം. കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. കൺവേർജൻസ് ടു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾ എഴുതി വെക്കുക. ഈ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഷോർട്ട് ഫോം എന്താണെന്ന് വെച്ചാൽ IFRS. ഈ പേര് ഒരുപാട് നമ്മൾ കേൾക്കും. ഓക്കെ, IFRS എന്ന് വെച്ചിട്ട്. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിലുള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല തിയറിയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ നോട്ടൊക്കെ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നതാണ്. എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിത്തിൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ഹാർമണൈസ് ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ്. ഓക്കെ, ഡൈവേഴ്സ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസിനെ അതിനൊരു ഒരു ഏകാത്മകത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഓരോ തരത്തിലാണ് അക്കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താരതമ്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വെക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളിപ്പോൾ പരീക്ഷ ചെയ്യുന്നുണ്ട്, നിങ്ങളിപ്പോൾ 60 കുട്ടികൾ പരീക്ഷ ചെയ്യുന്നുണ്ടെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ 60 പേർക്കും 60 രീതിയിലാണ് പരീക്ഷ നടത്തിയെന്ന് വെക്കുക. ഒരാൾക്ക് ഇപ്പോൾ 1 വേർഡ് മാത്രം കൊടുത്തു, ഒരാളോട് ഷോർട്ട് ആൻസർ മാത്രം എഴുതാൻ പറഞ്ഞു, ഒരാളോട് വ്യത്യാസങ്ങൾ കൊടുത്തു എന്ന് 1 മണിക്കൂർ, മറ്റൊരാൾക്ക് 3. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പരീക്ഷ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പരസ്പരം കമ്പയർ ചെയ്യാൻ പറ്റും? 90% കിട്ടിയ ആൾ ചിലപ്പം 1 വേർഡ് മാത്രം എഴുതിയ ആളായിരിക്കാം. ചിലപ്പോൾ 60% മാർക്ക് കിട്ടിയ ആൾ വെറും എസ് എ മാത്രം എഴുതിയ ആളായിരിക്കാം. അപ്പോൾ പരീക്ഷാ സംവിധാനത്തിൽ നമുക്ക് ഒരു കോമൺ ക്വസ്റ്റ്യൻ പേപ്പറാണ് എല്ലാ കുട്ടികൾക്കും കൊടുക്കേണ്ടത്. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓരോ കുട്ടികൾ തമ്മിലുള്ള പഠനത്തിൻ്റെ എഫേർട്ടും പിന്നെ അവരുടെ പെർഫോമൻസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഓരോ സ്ഥാപനത്തിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ അക്കൗണ്ടിങ് രീതി കൃത്യമായിരിക്കണം. കാര്യം അവർ എഴുതി വെക്കുന്ന അക്കൗണ്ടിങ് ഒരേ രീതി ആണെങ്കിൽ മാത്രമേ നമുക്ക് പിന്നീട് അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനാണ് എന്തുള്ളത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ ഡിഫൈൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഡിഫൈൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇതിനൊരു ഡെഫിനിഷൻ. ഇപ്പോൾ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേർഡ് ബൈ വേർഡ് തന്നെ എഴുതണം. ഡിഫിനിഷൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അധികം ഒരാളായിരിക്കും, അയാളുടെ പേര് നിങ്ങൾ അതിൻ്റെ കൂടെ എഴുതണം. അപ്പോൾ ഇവിടെ കോളർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആസ് കോഡ് ഓഫ് കണ്ടക്ട്. അതൊരു കോഡ് ഓഫ് കണ്ടക്ട് ആണ്, ഒരു രീതിയാണ്, ഒരു പ്രവർത്തന രീതി. കോഡ് ഓഫ് കണ്ടക്ട് എന്നാണ് ഒരു പ്രവർത്തന രീതി. ഓക്കെ, ആ രീതി വ്യതിചലിക്കാൻ പാടില്ല, അതേ രീതി തന്നെ ചെയ്യണം. കോഡ് ഓഫ് കണ്ടക്ട് ഇമ്പോസ്ഡ് ഓൺ, അത് അടിച്ചേൽപ്പിക്കുന്നു ആരുടെ മേത്ത്, ഇമ്പോസ്ഡ് ഓൺ അക്കൗണ്ടൻസ്. ഇത് അക്കൗണ്ടൻറ്റിൻ്റെ മേത്താണ് ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, ആരൊക്കെയാണ് ഇത് ഇമ്പോസ് ചെയ്യുന്നത്? അതായത് ആചാരപരമായിട്ട് ഇമ്പോസ് ചെയ്യുന്നു. ഓർ പ്രൊഫഷണൽ ബോഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വക്കീലന്മാരുടെ പ്രൊഫഷണൽ ബോഡിയാണ് ബാർ അസോസിയേഷൻ. ഓക്കെ, അതേപോലെ ഡോക്ടർമാരുടെ ഇന്ത്യയിലുള്ള പ്രൊഫഷണൽ ബോഡിയാണ് IMA എന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊന്നും അല്ലാതെ നമ്മുടെ അക്കൗണ്ടന്റ്മാരുടെ മെയിനായിട്ട് വരുന്ന ഒരു പ്രൊഫഷണൽ ബോഡി എന്ന് വെച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്, ICAI. ഓക്കെ, ഇതൊരു അക്കൗണ്ടൻസിൻ്റെ ഒരു പ്രൊഫഷണൽ ബോഡിയാണ്. അപ്പോൾ ഇവരൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അക്കൗണ്ടന്റ്മാരുടെ മേത്ത് ഇമ്പോസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റീവ്സ് വെച്ചാൽ എന്താണ്, ലക്ഷ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങളായിട്ട് വരുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ? ഫസ്റ്റ് വൺ എന്താണ്, ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ. കൃത്യമായ ഇൻഫർമേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഒരേ രീതിയിൽ എഴുതിയെങ്കിൽ മാത്രമേ ഇൻഫർമേഷൻ പ്രോപ്പർ ആവുള്ളൂ. അപ്പോൾ പ്രൊവൈഡ് ഇൻഫർമേഷൻ. സെക്കൻഡ് വൺ, ടു ഹാർമണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രോസസ്സസ്. ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രോസസ്സുകളെ ഒന്ന് ഹാർമണൈസ് ചെയ്യാൻ, അതിനൊക്കെ ഒരു ഒരേ സ്വഭാവം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, അല്ലെ? അതായത് ലോകത്ത് ഇപ്പോൾ എല്ലാവരും ഒരേ സ്വഭാവക്കാരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരും, ഒരു മതം മാത്രമാണ് ലോകത്തുള്ളതെങ്കിൽ ഇവിടെ പിന്നെ പ്രശ്നങ്ങളില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കില്ല. അപ്പോൾ ഒരു ഹാർമണി ഉണ്ടാവും.
അല്ലേ? നമ്മളെല്ലാ വൈരുദ്ധ്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് എന്താണ് നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഒതുങ്ങണം എന്നതാണ് ഈ ഹാർമണീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടൻസ് എന്താണ് ഒരു ഹാർമണൈസ് ആയിട്ടുള്ള എന്ത് വരുന്നുണ്ട്, ഒരു പ്രോസസ്സിലേക്ക് ഇത് കടക്കും. എല്ലാവർക്കും ഒരേ രീതിയിലാണ് അക്കൗണ്ടിങ് പ്രോസസ്സ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, ടു എൻഹാൻസ് ദ കണ്ടന്റ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ കണ്ടന്റ്, അത് നമ്മൾ എഴുതുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആവട്ടെ, ജേണൽ ആവട്ടെ, ലെഡ്ജർ ആവട്ടെ, ഇതൊക്കെ കണ്ടന്റിൻ്റെ വാല്യൂ വർദ്ധിക്കും. അത് എൻഹാൻസ് മീൻസ് ആണ് വർദ്ധിക്കും. നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്, എല്ലാവരും റിസൾട്ട് യൂണിഫോം ആയിരിക്കും. യൂണിഫോം മീൻസ് ഒരേ തരത്തിലായിരിക്കും എന്ത് വരിക, നമ്മളൊരു ബാലൻസ് ഷീറ്റ് ഒരു 10 പേരുണ്ടാക്കിയാലും 10ഉം ഒരേ രീതിയിലായിരിക്കും വരിക. ദർ വിൽ ബി യൂണിഫോം റിസൾട്ട്. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. അപ്പോൾ നമുക്ക് ഒരേ രീതിയിലല്ല, ഞാൻ നേരത്തെ പറഞ്ഞു എക്സാമിനേഷനിൽ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്ത് ഒരേ ടൈം കൊടുത്തിട്ട് കുട്ടികളെ വെച്ച് എക്സാമിനേഷൻ നടത്തിയെങ്കിൽ മാത്രമേ കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഫേംസിൻ്റെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ആറാമത്തെ പോയിന്റ് പറയുന്നത് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്ന ചോദ്യം. അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണെന്നുള്ളത് നമുക്ക് പറയാം അല്ലേ. അതായത് അക്കൗണ്ടിങ് പ്രാക്ടീസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ്സിനെ ഒന്ന് ഹാർമണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണ് ശ്രദ്ധിക്കുക, ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടുതൽ ക്രെഡിബിൾ ആവും, വിശ്വാസയോഗ്യമാവും. അതേപോലെ അത് റിലയബിൾ ആവും, അതിന് നമുക്ക് ആശ്രയിക്കാവുന്നതാവും. ഓക്കെ, അതിൻ്റെ കരുത്ത് വർദ്ധിക്കുക ചെയ്യുക എന്തിൻ്റെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താ പറയുന്നത്, യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീസ്. അക്കൗണ്ടിങ് പ്രാക്ടീസിന് ഒരു യൂണിഫോമിറ്റി വരും. അക്കൗണ്ടിങ് പ്രാക്ടീസ് എന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടിങ് എഴുതുന്ന രീതിക്ക് എല്ലാവരും ഒരേപോലെ എഴുതും. അപ്പോൾ ഒരു യൂണിഫോമിറ്റി വരും. യൂണിഫോമിറ്റി മീൻസ് എന്താണ്, ഒരു സെയിം ആയിട്ട് എല്ലാവരും ഒരേപോലെ ചെയ്യുന്ന കാര്യം. ഓക്കെ, മൂന്നാമത്തെ എന്താ പറയുന്നത്, എലിമിനേഷൻ ഓഫ് ആംബിഗ്വിറ്റി. ആംബിഗ്വിറ്റി മീൻസ് എന്താണ്, അനിശ്ചിതത്വം ഒഴിവായി കിട്ടും. ഓക്കെ, അതായത് നമുക്കൊരു ഡൗട്ട് അടിക്കില്ല. അതായത് ഒരാൾ എഴുതി അതേപോലെയാണ് മറ്റൊരാൾ എഴുതുക. ദർ ഇസ് എ കോമൺ അക്കൗണ്ടിങ് പ്രാക്ടീസ്. അങ്ങനെ വരുന്ന നേരത്ത് എല്ലാവരും ഒരേ രീതിയിലാണ് എഴുതുക. അപ്പം ഓരോ അക്കൗണ്ടന്മാർ എഴുതിയ അക്കൗണ്ടിങ് എന്താണ് ഡാറ്റാസും നമുക്ക് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അവിടെ ഒരു ആംബിഗ്വിറ്റിൻ്റെ സ്കോപ്പില്ല. അതാണ് മൂന്നാമത്തെ പോയിന്റ്, ആംബിഗ്വിറ്റി. ഫോർത്ത് പോയിന്റ് ഈസ് ഈസി കമ്പാരിസൺ. വി ക്യാൻ കമ്പയർ ഈച്ച് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വെരി ഈസിലി. എന്തുകൊണ്ടാണ്, എല്ലാവരും ഒരേ രീതിയിൽ they have written the accounting statements with എന്താണ് സെയിം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ഒരേ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് എന്താണ് എല്ലാവരും അക്കൗണ്ടിങ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദർ ഇസ് ഈസി കമ്പാരിസൺ. ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി. മാനേജ്മെൻറ്റിൻ്റെ അക്കൗണ്ടബിലിറ്റി കൃത്യമായിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. അക്കൗണ്ടബിലിറ്റി മീൻസ് എന്താണ്, ഉത്തരവാദിത്വം എങ്ങനെ മാനേജ്മെൻറ്റ് നിറവേറ്റുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, മാനേജ്മെൻ്റ് ആണല്ലോ ബിസിനസ് ഓടിക്കുന്നത്. ആ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അവരെങ്ങനെയൊക്കെ എടുക്കുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അക്കൗണ്ടിങ് റെക്കോർഡ് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഇഫ് ദർ ഈസ് എ കോമൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അപ്പോൾ അക്കൗണ്ടബിലിറ്റി ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി സിക്സ്ത് പോയിന്റ് എന്താണ്, യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സ്. അതായത് കമ്പനീൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ. അതായത് അധികം IFRS ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത് കമ്പനീസാണ്. ചെറുകിട വ്യാപാരികൾ നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ കണ്ടു, അവർക്ക് വേണമെങ്കിൽ ദേ ക്യാൻ ഈവൻ റൈറ്റ് ഇൻ സിംഗിൾ എൻട്രി സിസ്റ്റം. ഓക്കെ, അത് നമുക്ക് ഗവൺമെൻറ് എന്താണ് ചെറുകിട വ്യാപാരികളുടെ മുകളിൽ നിയമപരമായിട്ട് എന്ത് വന്നിട്ടില്ല, ഇനിയും ഒരു പ്രോപ്പർ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ എഴുതണം എന്നുള്ളതിന് ഒരു നിബന്ധനയില്ല. ഓക്കെ, അതായത് ഇപ്പോൾ ഈ പെറ്റ്ലേഴ്സ്, ഹോക്കേഴ്സ്, അതായത് ഉന്തുവണ്ടി കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ കണക്ക് ചെയ്യുന്നത് സിംഗിൾ എൻട്രി സിസ്റ്റത്തിലായിരിക്കും. അവരൊന്നും നിർബന്ധിച്ചൊരു അക്കൗണ്ടന്റിനെ വെച്ചിട്ട് ഒരു അക്കൗണ്ടിങ് തയ്യാറാക്കാൻ പറയാൻ ഗവൺമെൻറ്റിന് ഇതുവരെ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മെയിനായിട്ട് കമ്പനീസാണ് ഇപ്പോൾ മെയിനായിട്ട് IFRSും അതേപോലെ നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡൊക്കെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു ഷെയർ ഹോൾഡേഴ്സ് കമ്പനീൻ്റെ എന്താണ് ഭാഗമായിട്ട് വരുന്ന മെമ്പേഴ്സാണ്. ഇനി ഏഴാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, റൈസസ് സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. ഓക്കെ, ഓഡിറ്റിംഗ് എന്താണെന്ന് വെച്ചാൽ ചെക്കിംഗ് ദ അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അക്കൗണ്ടിങ് റെക്കോർഡ് പോയി ചെക്ക് ചെയ്യുന്നതാണ് ഒരു ഓഡിറ്ററിൻ്റെ പണി. ഓഡിറ്റിംഗ് ജോലി എന്താണെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് റെക്കോർഡ് കൃത്യമായിട്ടാണോ എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാനാണ് ഓഡിറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഈ ഓഡിറ്റേഴ്സിൻ്റെ പണി എന്താണ്,
സ്റ്റാൻഡേർഡ് അവരുടെ നിലവാരം വർദ്ധിപ്പിക്കാനായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സഹായിക്കും. ഓക്കെ, ഇതാണ് 7 പോയിന്റ്സ് വരുന്നത്. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എന്ത് എഴുതാൽ മതി, നിങ്ങളിതൊന്ന് എഴുതി വെക്കുക. നമുക്ക് അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. റൈറ്റ് അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ചരിത്രമാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്താ പറയുന്നത്, ഇൻ ഇന്ത്യ അക്കൗണ്ടൻസ് ട്രൈഡ് ഫ്രം വെരി ബിഗിനിങ് ടു ഹാവ് എ കോമൺ അക്കൗണ്ടിങ് പ്രാക്ടീസ്. അതായത് അക്കൗണ്ടന്മാർ തുടക്കം മുതലേ തന്നെ ഒരു കോമൺ അക്കൗണ്ടിങ് പ്രാക്ടീസ് വേണമെന്നുള്ളത് അതിനുള്ളത് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അക്കൗണ്ടന്മാർ, ഇന്ത്യൻ അക്കൗണ്ടൻസ് തുടക്കം മുതലേ തന്നെ ഒരു കോമൺ അക്കൗണ്ടിങ് പ്രാക്ടീസ് വേണം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആസ് എ റിസൾട്ട് ഓഫ് ഇറ്റ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രാക്ടീസ്. ഓക്കെ, അതിന് മുൻപ്, അതായത് ഇവിടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡൊക്കെ വരുന്നതിന് മുൻപ് ദർ വേറെ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഓക്കെ, അതിൻ്റെ ഷോർട്ട് ഫോം എങ്ങനെയാണ്, GAAP. ഓക്കെ, എങ്ങനെയാണ് അറിയപ്പെട്ടത്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പോൾ ആ പ്രിൻസിപ്പിൾസ് മുഖാന്തരമായിരുന്നു എല്ലാ അക്കൗണ്ടൻസും അക്കൗണ്ടിങ് എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, ആരും ആ പ്രിൻസിപ്പിൾസിൽ നിന്ന് വ്യതിചരിക്കാതെ ആ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടായിരുന്നു എല്ലാവരും അക്കൗണ്ടിങ് റെക്കോർഡ്സ് എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫോം ചെയ്തു ലേറ്റർ. പിന്നെ അത് ശേഷം എന്താണ്, ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓഫ് ഇന്ത്യ, ICAI, അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ പ്രൊഫഷണൽ ബോഡി ഞാൻ ഇതിനു മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതാണ് ICAI എന്ന് വെച്ചാൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ പ്രൊഫഷണൽ ബോഡിയാണിത്. റെക്കഗ്നൈസ്ഡ് ദ നീഡ് ടു ഹാർമണൈസ് ദ ഡൈവേഴ്സ് അക്കൗണ്ടിങ് പോളിസീസ് ആൻഡ് പ്രാക്ടീസ് യൂസ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇവർ ICAI they decided to harmonize the diverse accounting policies and practices in India. Okay, accordingly the ICAI constituted accounting standards board. Okay, and later they formed a board which is known as accounting standard board. അവർ കുറച്ച് കഴിഞ്ഞിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് വെച്ചിട്ടൊരു ബോർഡ് ഉണ്ടാക്കി. ഓക്കെ, അതായത് നമ്മളിപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷ ആരാണ് കേരളത്തിന് നോക്കുന്നത്, അതായത് കേരള സ്റ്റേറ്റ് എക്സാമിനേഷൻ ബോർഡാണ്, കേരളത്തിൻ്റെ എന്താണ് പബ്ലിക് എക്സാമിനേഷൻ ബോർഡാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മാത്രം കൈകാര്യം ചെയ്യുന്ന എന്താണ് ഒരു ബോർഡിനെ ICAI എന്താണ് അവർ ഫോം ചെയ്തു. എന്നാണ് ഫോം ചെയ്യുന്നത്, 21 ഏപ്രിൽ 1977, 1977 ഏപ്രിൽ, അല്ലെ ഈ മാസം തന്നെയാണ്, ഏപ്രിൽ 21-ന്, ഏപ്രിൽ 21-നാണിത് എന്ത് ഫോം ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ലെഡ് ടു മേജർ ഡെവലപ്മെൻറ്റ് ഇൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇത് എന്താണ് മേജർ ഡെവലപ്മെൻറ്റ്സ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് മേജർ ഡെവലപ്മെൻറ്റ്സിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ഇത് അതിനൊരു ഇൻട്രൊഡക്ഷൻ പോലെ, അല്ലെങ്കിൽ എന്താണ് ചെറിയൊരു മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ എഴുതിയാൽ മതി, ഹിസ്റ്ററി ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. റൈറ്റ് എ നോട്ട് ഓൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്സ്, ASB. ചിലപ്പോൾ ASB എന്ന് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ, റൈറ്റ് എ നോട്ട് ഓൺ ASB എന്ന് മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണെന്നുള്ളത് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് വാസ് സെറ്റപ്പ് ഓൺ 21 ഏപ്രിൽ 1971. ഓക്കെ, ബൈ ദ കൗൺസിൽ ഓഫ് ICAI. ICAI ഈസ് വൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് IASC. ഓക്കെ, അത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റിയാണ് IASC. അപ്പോൾ അതിൻ്റെ ഒരു അംഗമാണെന്ത് ICAI, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റിയുടെ അംഗമാണ് എന്ത് ICAI. ഓക്കെ, അപ്പോൾ അവരാണ് ASB എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, ഇന്ത്യയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് രൂപീകരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് 1971 ഏപ്രിൽ 21-ന് സ്ഥാപിക്കുന്നത്. 1977 ഏപ്രിൽ 21-ന്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ASBയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് വരുന്നത്, ടു ഡിറ്റർമൈൻ ദ ഏരിയാസ് ഇൻ വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നീഡ് ടു ബി ഡെവലപ്ഡ്. ഏതൊക്കെ ഏരിയാസിലാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഏതൊക്കെ ഏരിയയിലാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അതാണ് ആദ്യത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താ പറഞ്ഞത്, ടു ഫോർമുലേറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വിത്ത് എ വ്യൂ ടു അസിസ്റ്റിംഗ് ദി കൗൺസിൽ ഓഫ് ICAIൻ്റെ കൗൺസിലിനെ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോർമുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കാനായിട്ട് ICAIയുടെ എന്താണ് സഹായിക്കുക. ഇതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ASBയുടെ. ഇനി മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്, എക്സാമിൻ ഹൗ ഫാർ ദി റെലവൻറ്റ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ക്യാൻ ബി അഡാപ്റ്റഡ്. അതായത് IFRS എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ്. IFRS എന്ന് വെച്ചാൽ എന്താണ്, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് IFRS. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ഒരേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ് പിന്തുടരണമെന്നാണ് IFRS പറയുന്നത്.
അപ്പോൾ അതിനനുസരിച്ചിട്ട് IFRS ആയിട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്തെങ്കിലേ ഉള്ളൂ നമ്മളെന്താണ് ലോക രാജ്യങ്ങളുടെ ഇടയിൽ നമുക്കും എന്താണ് IFRSലേക്ക് അല്ലെങ്കിൽ IFRS പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമുക്കും എന്താണ് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഹൗ ഫാർ എന്താണ് റെലവൻറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ക്യാൻ ബി അഡാപ്റ്റഡ്, അതായത് എത്രയൊക്കെ റെലവൻ്റ് ആയിട്ടുള്ള IFRSൻ്റെ സ്റ്റാൻഡേർഡ്സ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തിരിച്ചറിയാം. അതെല്ലാം അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം ചിലത് നമ്മുടെ ഇന്ത്യൻ കണ്ടീഷൻസിൽ നമുക്ക് എന്താണ് നമ്മുടെ ഇന്ത്യൻ നിയമങ്ങൾക്കനുസരിച്ചിട്ട് ചില അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമുക്ക് എന്താണ് IFRS പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. ഇനി നാലാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു റിവ്യൂ ആൻഡ് ക്ലാരിഫൈ ആൻഡ് ഇൻ്റർപ്രറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പീരിയോഡിക്കലി. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ASB എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഉണ്ടാക്കിയിരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇടയ്ക്ക് അതെന്താണ് പരിശോധിക്കുക, അതിൻ്റെ എന്താണ് റെലവൻസ്, അത് എത്രമാത്രം എന്താണ് റെലവൻ്റ് ആണ്, അത് എത്രമാത്രം എന്താണ് അതിന് പ്രായോഗികമായിട്ട് എത്ര ആവശ്യപ്പ് നിലവിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയാനും എന്താണ് ഇതിന് സഹായിക്കും. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണത്. ഓക്കെ, അവരുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഈ 4 ലക്ഷ്യങ്ങളാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിന് ഉള്ളത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് അവർ ചെയ്യുന്ന പ്രവർത്തികൾ. ഫസ്റ്റ് എന്താണ്? കൺസിഡർ ആപ്ലിക്കബിൾ ലോ, കസ്റ്റംസ് ആൻഡ് യൂസേജസ് വൈൽ ഫോർമുലേറ്റിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് എന്തൊക്കെ പരിശോധിക്കും? നിലവിൽ രാജ്യത്തെ നിയമങ്ങൾ പരിശോധിക്കണം, ആചാരങ്ങൾ കസ്റ്റംസ് പരിശോധിക്കണം. ആചാരങ്ങൾ മീൻസ് ബിസിനസ് പരമായിട്ട് അല്ലേ, ഒരു ഇന്ത്യക്കാരൻ ബിസിനസ് ചെയ്യുന്ന പോലെയല്ല ചൈനക്കാരനോ അല്ലെങ്കിൽ അമേരിക്കക്കാരനോ ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് വേണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ, ഇന്ത്യൻ രീതിക്ക് അനുസരിച്ച് വേണം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തയ്യാറാക്കാനായിട്ട്. പിന്നെ അതിൻ്റെ യൂസേജ് എങ്ങനെയാണ്, അത് യൂസേജ് ഉണ്ടോ, ആ സ്റ്റാൻഡേർഡിനെ കൊണ്ട് ഒരു ആവശ്യമുണ്ടോ എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ആ സ്റ്റാൻഡേർഡിനെ കൊണ്ട് ആവശ്യമില്ലെങ്കിൽ വെറുതെ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തെ എന്താണ്? പ്രൊമോട്ട് പ്രൊനൗൺസ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഇൻ ദി കൺട്രി. അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ബോർഡ് ഇന്ത്യയിൽ എന്താണ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അത്യാവശ്യമാണ്. കാര്യം ഗ്ലോബലൈസേഷൻ ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ലോക വ്യാപാരം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉള്ളത് വളരെ നല്ലതാണ്. ഒരു രാജ്യത്തിനുള്ള എല്ലാ സ്ഥാപനങ്ങളും എന്താണ് ഒരേ രീതിയിലുള്ള അക്കൗണ്ടിങ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ ലോകം മുഴുവനുള്ള എല്ലാ സ്ഥാപനങ്ങളും ഒരേ രീതിയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ഈ പറയുന്ന IFRS ഒക്കെ ഉള്ളത്. ലോകം മുഴുവൻ എല്ലാവരും എന്താണ് അക്കൗണ്ടിങ് നമ്മൾ ഒരേ രീതിയിൽ അക്കൗണ്ടിങ് എന്താണ് രീതി പിന്തുടരുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് രണ്ടാമത്തെ ഫംഗ്ഷൻ കണ്ടു. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ടു പെർസുവേഡ് കൺസേൺഡ് പാർട്ടീസ് ടു അഡോപ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതായത് പെർസുവേഡ് ചെയ്യുക, നിർബന്ധിക്കുക ആരെ? കൺസേൺഡ് പാർട്ടീസ്. ഇപ്പോൾ മെയിനായിട്ട് കമ്പനികളെയാണ് നിർബന്ധിക്കുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് മെയിനായിട്ട് ഫോളോ ചെയ്യാറും. പിന്നെ അതേപോലെ കുറച്ചും കൂടി എന്താണ് വലിയ രീതിയിൽ ബിസിനസ് നടത്തുന്ന വ്യാപാരികളെയും ചെറുകിട വ്യാപാരികളെ പെർസുവേഡ് ചെയ്യില്ല. അപ്പോൾ കൺസേൺഡ് പാർട്ടീസിനെ പെർസുവേഡ് ചെയ്യുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പിന്തുടരുന്നു പറഞ്ഞിട്ട് കൺസേൺഡ് പാർട്ടീസിനെ അവരെ നിർബന്ധിക്കുക. നാലാമത്തെ പോയിന്റ് എന്താണ്? ടു പ്രൊവൈഡ് ഇൻ്റർപ്രിട്ടേഷൻസ് ആൻഡ് ഗൈഡ്. ഇതിനൊക്കെ ഇൻ്റർപ്രിട്ടേഷൻ, അതായത് ഇതിനൊക്കെ വിവരണങ്ങൾ കൃത്യമായിട്ട് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് വിവരിച്ചു കൊടുക്കാൻ സാധിക്കണം. അതാണ് ഇൻ്റർപ്രിട്ടേഷൻസ്. പിന്നെ അതെങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അക്കൗണ്ടന്റ്മാരെ ബോധ്യപ്പെടുത്തണം, അതിന് ഗൈഡൻസും കൊടുക്കണം. അപ്പോൾ ഇതാണ് ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളൊന്ന് വാട്ട് ഈസ് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൻ്റെ നീഡും അതേപോലെ അതിൻ്റെ ഇമ്പോർട്ടൻസും എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ടു ഡെവലപ്പ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ. ലോകം മുഴുവൻ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലേക്ക് പോകേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതാണ് മെയിനായിട്ട് ചോദ്യം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യകത? ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഒരു രാജ്യത്ത് ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വേണം അല്ലേ. നമ്മൾ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്തെങ്കിലേ നമ്മൾ രാജ്യത്തിന് കൂടുതൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, അതായത് വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന കമ്പനികൾ നമ്മുടെ രാജ്യത്ത് വരുള്ളൂ. അങ്ങനെ വരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് വരുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ടു എൻഹാൻസ് ഗ്രോത്ത് ഓഫ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്, അതായത് നമ്മുടെ ക്യാപിറ്റൽ സമാഹരിക്കുന്ന മാർക്കറ്റ്. ഓക്കെ, ഷെയർ മാർക്കറ്റ് ഉണ്ട് അതിൽ, അതേപോലെ എന്താണ് ലോണുകൾ, ബാങ്കിങ് ഫെസിലിറ്റി ഒക്കെ ക്യാപിറ്റൽ മാർക്കറ്റിൽ വരുന്നതാണ്. ക്യാപിറ്റൽ സമാഹരിക്കുന്നത് ഇതാണ്, നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് രാജ്യത്ത് വളർത്തുന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്കൊരു ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വേണം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഫോർ ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ്, നമ്മുടെ നിയമപരമായിട്ടുള്ള ആവശ്യകതയാണെന്ത്? ഒരു ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലേക്ക് പോകുക എന്നുള്ളത്. അതും കൂടി നമ്മൾ നോക്കണം. അല്ലെ, നിയമപരമായിട്ട് ഇപ്പോൾ ഒരു ആവശ്യകത ഉണ്ട്, നമ്മൾ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലേക്ക് പോകുക എന്നുള്ളത്. ഓക്കെ, എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിവിധ തരം അല്ലെങ്കിൽ രാജ്യങ്ങളുമായിട്ട് നമുക്ക്
ബിസിനസ് ഡീലുകളിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നേരത്ത് നമ്മൾ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നിയമപരമായിട്ട് ഒരുപാട് തിരിച്ചടികൾ ഉണ്ടാകും. ഓക്കെ, ഇതാണ് മെയിനായിട്ട് വരുന്ന 3 ഇമ്പോർട്ടൻസ്. ഇത് കൂടാതെ ഫർദർ മോർ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് വിൽ ഹെൽപ്പ്. ഇതിന് കൂടാതെ മറ്റ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക? ഇറ്റ് വിൽ സേവ് ടൈം ആൻഡ് കോസ്റ്റ്. ഇത് സമയവും ചെലവും കുറയ്ക്കും. അതേപോലെ രണ്ടാമത്തെ എന്താണ്? ബെറ്റർ അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ. ഫിനാൻഷ്യൽ ഡാറ്റ പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ, നമുക്കത് പരിശോധിക്കാൻ പെട്ടെന്ന് സാധിക്കും, അനലൈസ് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തത് ഇൻക്രീസിങ് ഇൻവെസ്റ്റർ കോൺഫിഡൻസ്. ഇൻവെസ്റ്ററിൻ്റെ കോൺഫിഡൻസ്, അവരുടെ ആത്മവിശ്വാസം വളർത്താനായിട്ട് സാധിക്കും. ഇൻവെസ്റ്റർ മീൻസ് ബിസിനസ്സിൽ പൈസ ഇടുന്ന ആളെ ആത്മവിശ്വാസം നമുക്ക് വളർത്താനായിട്ട് സാധിക്കും. അതായത് ഒരു അമേരിക്കക്കാരൻ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു അമേരിക്കയിൽ ഫോളോ ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഇവിടെയുള്ള അക്കൗണ്ടിങ് ഒക്കെ പരിശോധിക്കാം. അല്ല, ആ ബിസിനസ്സിൽ വരുന്ന എല്ലാ അക്കൗണ്ടിങ്ങും പരിശോധിക്കാം. അയാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനും സാധിക്കും ഇത് ലാഭത്തിലാണ് ആ ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അയാളുടെ കോൺഫിഡൻസ് ആണ് വർദ്ധിക്കുക. നാലാമത്തെ പോയിന്റ് എന്താണ്? ഈസ് ഇൻ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്യുക മീൻസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റി ലിസ്റ്റ് ചെയ്യും. സെക്യൂരിറ്റി മീൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ ഡിവെഞ്ചർ ആണ് സെക്യൂരിറ്റി എന്ന് വെച്ചാൽ. അപ്പോൾ മെയിനായിട്ട് ഈ ഷെയറിനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ അവിടെ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖാന്തരം ഷെയർ വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ലിസ്റ്റ് ചെയ്യണം. ആ ലിസ്റ്റിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ലിസ്റ്റിൽ നമ്മുടെ ഷെയറിൻ്റെ പേര് കൂടി വരണം, നമ്മുടെ കമ്പനിയുടെ ഷെയറിൻ്റെ പേരും കൂടി വരണം. അതിനാണ് ലിസ്റ്റിംഗ് എന്ന് പറയുക. അപ്പോൾ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ എന്തിൽ സാധിക്കും? നമ്മുടെ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വന്നാൽ സാധിക്കുന്നതാണ് പറയുന്നത്. ഒരു ചോദ്യത്തോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ചിട്ടാണ് ചോദ്യം. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അന്താരാഷ്ട്ര അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ കുറിച്ചിട്ടാണ് ചോദ്യം. ഓക്കെ, അന്താരാഷ്ട്ര തലത്തിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ചോദ്യമുള്ളത്. ഇറ്റ് വാസ് ഇൻ 1929 അറ്റ് ദ ടൈം ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ. അതായത് ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം 1929 ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ഇൻ 1929. ഓക്കെ, വിച്ച് ഫോഴ്സ്ഡ് അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് ടു റീതിങ്ക് അബൌട്ട് അക്കൗണ്ടിങ് റൂൾസ്. അത് ശേഷമാണ് അക്കൗണ്ടിങ് പ്രൊഫഷണൽസ് അക്കൗണ്ടിങ് നിയമങ്ങളെ കുറിച്ചിട്ടൊന്ന് മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. Okay, it was USA which started to formulate common practice of practice in accounting. Okay, അതായത് അതിനുശേഷം അമേരിക്കയിലാണ് പ്രധാനമായിട്ടും ഈ അക്കൗണ്ടിങ് പ്രാക്ടീസിനെ കുറിച്ച് അവർ ചിന്തിക്കാൻ തുടങ്ങിയത്. അതിനൊരു കോമണാലിറ്റി വേണമെന്നും അതിനൊരു ഹാർമണൈസേഷൻ വേണമെന്നുള്ളതിനെ കുറിച്ചിട്ട് ഇറ്റ് വാസ് ഇനീഷ്യലി തോട്ട് ബൈ USA. അതായത് അമേരിക്കയിലാണ് ആദ്യമായിട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഒരു ചിന്ത വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ആൻഡ് it was followed by other developed countries like UK, Australia, Canada and other developed countries. അതിനുശേഷമാണ് UK ആവട്ടെ, യുണൈറ്റഡ് കിങ്ഡം, ഇംഗ്ലണ്ട് അടങ്ങുന്ന അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് പറയുന്ന യുണൈറ്റഡ് കിങ്ഡം, അതേപോലെ നമ്മുടെ ഓസ്ട്രേലിയ, കാനഡ പോലത്തെ മറ്റ് വികസിത രാഷ്ട്രങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അറേബ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഡെവലപ്പായ രാജ്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഓക്കെ, പിന്നെന്താ പറഞ്ഞത്? ഇൻ ദ USA ദി അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടിങ്. ഇത് വളരെ ഫേമസ് ആണ്. ഇവരാണ് മെയിനായിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനൊക്കെ കൊടുത്തിരിക്കുന്നത്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ഓക്കെ, വാസ് ഗിവൺ റെസ്പോൺസിബിലിറ്റീസ് ടു കോഡിഫൈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇവരാണ് ആദ്യമായിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഇതിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സിൻ്റെ കോഡുകൾ മീൻസിനാണ് എങ്ങനെ അത് ചെയ്യണം എന്നുള്ളതിന് ഒരുപാട് മാർഗ്ഗനിർദ്ദേശങ്ങൾ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ, അതാണ് കോഡിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവരാണ് തയ്യാറാക്കിയ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ലേറ്റർ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി IASC, ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി വാസ് ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഫോർമുലേറ്റിംഗ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഓക്കെ, അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി ലേറ്റർ ഫോം ചെയ്തു. അവരാണ് പിന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത്, അത് ഗ്ലോബലി, ലോകം മുഴുവൻ. ദി ഫസ്റ്റ് ഫോർമൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വാസ് ഡെവലപ്ഡ്. ആദ്യത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എപ്പോഴാണ് വന്നതെന്ന് വെച്ചാൽ 1930 വന്നിട്ടുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് 1930 വന്നത്. ഇന്ത്യയിലൊക്കെ സ്വാതന്ത്ര്യത്തിനൊക്കെ അടുപ്പിച്ചതിന് ശേഷമൊക്കെയാണ് വന്നത്. ഓക്കെ, ഇന്ത്യ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എപ്പോഴാണ് വന്നത്? ASB എപ്പോഴാണ് വന്നത്? 1977 വരുന്നത്. പക്ഷേ അമേരിക്കയിലൊക്കെ 1930 തന്നെ ഈ സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ ബോർഡും അല്ലെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ആയത് 1930. പിന്നെന്താ പറയുന്നത്? സം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻഗേജ്ഡ് ഇൻ അക്കൗണ്ടിങ് ഹാർമണൈസേഷൻ അറ്റ് ഗ്ലോബൽ ലെവൽ. ഇമ്പോർട്ടൻറ്റ് എമംഗ് ദെം ആർ യുണൈറ്റഡ് നേഷൻസ്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് ഒരു ഹാർമണൈസേഷനും ഒരു സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടാക്കുന്നതിന് മെയിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിനൊക്കെ സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് യുണൈറ്റഡ് നേഷൻസ് ആണ്, അതേപോലെ യൂറോപ്യൻ യൂണിയൻ ഉണ്ട്,
ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫൗണ്ടേഷൻ ഉണ്ട്, IASF ആണ്. അതേപോലെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഉണ്ട്, IASB ഉണ്ട്. അതേപോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് ഉണ്ട്. ഇവരൊക്കെയാണ് എന്ത് മെയിനായിട്ടും ഗ്ലോബലി ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രാക്ടീസിനെ ഹാർമണൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സംഘടനകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ കുറിച്ച് ചോദിച്ചാൽ എഴുതാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോക്കിയിട്ട് എഴുതി വെക്കുക. ഓക്കെ, ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ.